ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരുടെ മുമ്പിൽ ദൈവവചനമായി വരാൻ കർത്താവ് തന്ന ഈ അവസരത്തിനായി നന്ദി ആസ്വദിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ വചനം കർത്താവെ ശക്തിയോടും ബഹുനിശ്ചയത്തോടും ദൈവാത്മാവിൻ്റെ ശക്തിയോടും കൂടെ പുറപ്പെടുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങനെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങനെ വചനം വിശ്വാസമായി മാറട്ടെ, അങ്ങനെ വചനം ബലപ്പെടുത്തട്ടെ, അങ്ങനെ വചനം എൻലൈറ്റൻ ചെയ്യട്ടെ. അങ്ങയുടെ വചനം അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരികയില്ലല്ലോ. അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. എല്ലാം നസ്രായ യേശു ക്രിസ്തുവിനാമത്തിൽ ആമേൻ. നമുക്കൊരു വാക്യം വായിച്ചു തുടങ്ങാം. 54-ാം സങ്കീർത്തനം 6-ാം വാക്യം. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. യഹോവേ, നിന്റെ നാമം നല്ലത് എന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. സ്വമേധാദാനത്തോടെ, വേറൊരു ഭാഷ പറഞ്ഞ സ്വന്തം ഇഷ്ടത്താൽ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. ഇംഗ്ലീഷ് കുറച്ചുകൂടെ ക്ലിയർ ആണ്. വില്ലിംഗ്ലി ഐ വിൽ ഗിവ് സാക്രിഫൈസ് ടു യു. സ്വമേധാദാനത്തോടെ, സ്വന്തം ഇഷ്ടത്താൽ. പലപ്പോഴും നമ്മൾ വിശ്വാസികളായ നമ്മൾ പലപ്പോഴും യാഗത്തിൽ ഫോക്കസ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. നമുക്കങ്ങനെ പഴയ നിയമ ന്യായപ്രമാണത്തിലെ യാഗങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ യാഗത്തിൽ ഫോക്കസ് ചെയ്യും. പക്ഷെ ഇവിടെ സ്പെസിഫിക്കായിട്ട് ഈ വചനം പറയുന്നു, സ്വമേധാദാനത്തോടെ അഥവാ സ്വന്തം ഇഷ്ടത്താൽ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. സ്വമേധാദാനത്തോടെ. നമുക്ക് ഈ പോയിന്റിലൊന്ന് ഫോക്കസ് ചെയ്യാം. സ്വമേധാദാനത്തോടെ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു വേദഭാഗം വായിക്കാം. ഫിലമോൻ്റെ ലേഖനം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഒനേസിമസ് എന്നൊരു മനുഷ്യൻ ഫിലമോൻ്റെ ദാസനായിരുന്നു. പക്ഷെ ഓടിപ്പോയിരുന്നു. പക്ഷെ എങ്ങനെയോ തടവിൽ വെച്ച് പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ ഒനേസിമസ് ഒരു വിശ്വാസിയാണ്. ഒനേസിമസിനെ ഫിലമോൻ്റെ അടുത്തേക്ക് തിരികെ അയക്കാം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, ഒനേസിമസിനെ എൻ്റെ അടുക്കൽ വെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടത് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ അക്കാലത്തെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ കൂടെയായിരുന്നു. അദ്ദേഹത്തിന് ഈസിയായിട്ട് ഒനേസിമസിനെ അടുക്കൽ വെക്കാമായിരുന്നു. എങ്കിലും അദ്ദേഹം പറയാണ്, നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ അത് ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടത്. നമ്മൾ നേരത്തെ നമ്മുടെ മെയിൻ ഫോക്കസ് വേഴ്സിൽ പറയുവാൻ, സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. ഇവിടെ പറയാൻ നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടത്. നാം പലപ്പോഴും യാഗത്തിൽ ഫോക്കസ് ചെയ്യുന്നു. സ്തോത്രയാഗം അല്ലെങ്കിൽ കർത്താവിന് അർപ്പിക്കുന്ന കാര്യങ്ങൾ, ആരാധനയ്ക്ക് നമ്മൾ കർത്താവിന് അർപ്പിക്കുന്ന ആരാധന നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ ദൈവവചനം ഈ ഭാഗങ്ങളിൽ വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്നു. സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ല, മനസ്സോടെയുള്ള യാഗം.
സ്വമേധാദാനത്തോടെ, സ്വന്തം ഇഷ്ടത്താൽ, നിർബന്ധത്താലല്ല, മനസ്സോടു കൂടിയുള്ള യാഗം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി വേറൊരു വേദഭാഗം നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 9:7 അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇവിടെയും സെയിം കാര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇത് മറ്റു സഹോദരരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഭയുടെ ഒരു കൊടുക്കലിനെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെയും ക്ലിയറായിട്ട് അദ്ദേഹം പറയുന്നു, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ലാതെ, മനസ്സോടെ സന്തോഷത്തോടെയുള്ള യാഗം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മുടെ സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ലാതെ, സങ്കടത്താലല്ലാതെ, മനസ്സോടെ സന്തോഷത്തോടു കൂടിയുള്ള യാഗം. പലപ്പോഴും നാം മനുഷ്യർ യാഗത്തിൽ ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ ദൈവജനം കൃത്യമായി നമ്മളോട് സംസാരിക്കുന്നു. സ്വമേധാദാനത്തോടെ, സങ്കടത്താലല്ലാതെ, നിർബന്ധത്താലല്ലാതെ, മനസ്സോടെ സന്തോഷത്തോടു കൂടിയുള്ള യാഗം, സന്തോഷത്തോടു കൂടിയുള്ള സ്തോത്രയാഗം, സന്തോഷത്തോടു കൂടിയുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ സ്തോത്രയാഗം, നമ്മുടെ ആരാധന, നമ്മുടെ യാഗം അത് സ്വമേധാദാനത്തോടു കൂടിയാണോ, സന്തോഷത്തോടു കൂടിയാണോ, അതോ നിർബന്ധത്താലാണോ, സങ്കടത്താലെയാണോ? കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ലാതെ, സങ്കടത്താലല്ലാതെ, സന്തോഷത്തോടെ, മനസ്സോടുകൂടെ നമുക്ക് കർത്താവിന് സ്തോത്രയാഗവും ആരാധന അർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ആ യാഗത്തിൽ, സ്തോത്രയാഗത്തിൽ, ആരാധന ഫോക്കസ് ചെയ്യുന്നു. പക്ഷേ കർത്താവ് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം, സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ലാതെ, സങ്കടത്താലല്ലാതെ, സന്തോഷത്തോടുകൂടെ, മനസ്സോടുകൂടെ ഒരു സ്തോത്രയാഗം, ഒരു യാഗം അർപ്പിക്കാൻ നമുക്ക് സാധ്യമാണ്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, പണ്ട് സിനിമ കണ്ടുകൊണ്ടിരുന്ന കാലത്ത്, പലപ്പോഴും തിയേറ്ററിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരുന്ന കാലത്ത് പലപ്പോഴും ആ സിനിമയിൽ ഒരു മെയിൻ നായകൻ വരുന്ന സീൻ, എൻട്രി സീനിൽ പലപ്പോഴും തിയേറ്ററുകളിൽ വലിയ കോളിളക്കം കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോഴും അതുകൊണ്ടൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തിയേറ്ററുകളിൽ വളരെ കോളിളക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ ബാൽക്കണിയിൽ നിന്ന് മനുഷ്യനിങ്ങനെ പേപ്പറുകൾ എറിയുന്നു, മനുഷ്യൻ ആർപ്പിട്ട് കൊന്നു, മനുഷ്യൻ കൈയടിക്കുന്നു, മനുഷ്യൻ വളരെ എക്സൈറ്റ്മെൻറ്റോടെ നിൽക്കുന്നു. ഇതൊന്നും ശരിക്കും ചെയ്യാൻ വേണ്ടി ആ നായകനായിട്ട് അഭിനയിച്ച പുള്ളി കാശ് കൊടുത്തുകൊണ്ടോ, സിനിമയുടെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ കാശ് കൊടുത്തുകൊണ്ടല്ല, അവരുടെ ഉള്ളിലുള്ള ആ മതിപ്പ്, ഉള്ളിലുള്ള ആ സിനിമാ നടനോടുള്ള അവരുടെ ആരാധന അത് വെളിയിലോട്ട് പ്രതിഫലിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ആരും നിർബന്ധിച്ചതുകൊണ്ടോ, സങ്കടത്വം കൊണ്ടോ, ആരോ ഫോഴ്സ് ചെയ്തുകൊണ്ടോ ചെയ്യുന്നതല്ല, അത് സ്വതമേ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ലോകമനുഷ്യർ അവരുടെ ആരാധിക്കുന്ന ആൾക്കാരെ അങ്ങനെ ആരാധിക്കുന്നു. പക്ഷെ നമുക്ക് സ്വമേധാദാനത്തോടെ, സങ്കടത്താലല്ലാതെ, നിർബന്ധത്താലല്ലാതെ, മനസ്സോടു കൂടിയ, സന്തോഷത്തോടു കൂടിയ ഒരു യാഗം, ഒരു സ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാൻ സാധിക്കുന്നു. ഇതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. പിന്നെ നമുക്ക് ജസ്റ്റ് ചെറിയൊരു കാര്യം നമുക്ക് ഫോക്കസ് ചെയ്യാൻ. നമ്മൾ പറഞ്ഞു, സ്വമേധാദാനത്തോടെ ഞാൻ നിനക്ക് ഹനനയാഗം കഴിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഹനനയാഗം, ഇത് എല്ലാം ന്യായപ്രമാണത്തിൻ്റെ ഭാഗമാണ്. നാം പുതിയ നിയമ വിശ്വാസികൾക്കുള്ള ഒരു യാഗം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് അതിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. സങ്കീർത്തനം 50-23 സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും.
സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇവിടെ സ്തോത്രയാഗത്തെ പറ്റി പറയുന്നു. ഇംഗ്ലീഷിൽ കുറച്ച് കാണാം, ഹി ഓഫേഴ്സ് എ സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിങ്. സ്തോത്രയാഗം. നാം നേരത്തെ യാഗത്തെ പറ്റി സംസാരിച്ച പോലെ സ്വമേധാദാനത്തോടെ, സങ്കടത്താലല്ലാതെ, നിർബന്ധത്താലല്ലാതെ, മനസ്സോട് സന്തോഷത്തോടെ ഒരു സ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ സെയിം കാര്യം പറയുന്ന വേറൊരു ഭാഗം കൂടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. Continually offer up a sacrifice of praise to God. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുക. അപ്പം നമ്മുടെ ഈ മെസ്സേജിൻ്റെ ചിന്തയ്ക്കായിട്ട് നാം ഹനനയാഗം, നമുക്ക് പുതിയ വിശ്വാസിക്ക് ഒരു യാഗം നമുക്ക് സ്തോത്രയാഗമായിട്ട് ചിന്തിക്കാം. അപ്പം നമ്മളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ലാതെ, സങ്കടത്താലല്ലാതെ, മനസ്സോടെ സന്തോഷത്തോടെ നമുക്കൊരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. യെസ്, നമ്മൾ സ്തോത്രം പറയുന്നവരായിരിക്കാം, സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കാം, സഭയിൽ കൈകെട്ടിച്ച് ആരാധിക്കുന്നവരായിരിക്കാം, ഉറക്ക ഹല്ലേലൂയ പറയുന്നവരായിരിക്കാം. ഇതെല്ലാം നല്ലത്, കർത്താവിന് സ്തോത്രം. പക്ഷേ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിർബന്ധത്താലല്ലാതെ, സ്വമേധാദാനത്തോടെ, സങ്കടത്താലല്ലാതെ, സന്തോഷത്തോടെ, മനസ്സോടുകൂടി ഒരു സ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാൻ സാധിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ കൂട്ടുവിശ്വാസികൾക്ക് അറിയത്തില്ലായിരിക്കും, പാസ്റ്റർക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിർബന്ധത്താലല്ലാതെ, സ്വമേധാദാനത്തോടെ, സന്തോഷത്തോടെ, സങ്കടത്താലല്ലാതെ, മനസ്സോട് കൂടിയ ഒരു സ്തോത്രയാഗം നമുക്കർപ്പിക്കാൻ സാധിക്കുന്നു. അതോ നമ്മുടെ സ്തോത്രയാഗവും ആരാധനയും ഒരു നിർബന്ധത്താൽ, ഒരു ഫോർമാലിറ്റി, പാസ്റ്റർ എന്ത് പറയുന്നുള്ള പേടിയോ, കൂട്ടുവിശ്വാസികൾ എന്ത് ചിന്തിക്കുമോ എന്നുള്ള ഭയത്തോടെയോ മനുഷ്യരെ പ്രസാദിപ്പിക്കാനായി മാറ്റിത്തീർന്നോ നമ്മുടെ സ്തോത്രയാഗം സ്വമേധാദാനത്തോടു കൂടിയാണോ? ഇതിനോട് ബന്ധപ്പെട്ട് ഒരു വാക്യം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നെ വിട്ടകന്നിരിക്കുന്നു. നമ്മുടെ അധരഫലമെന്ന സ്തോത്രയാഗം സ്വമേധാദാനത്തോടെ, നിർബന്ധത്താലല്ലാതെ, സങ്കടത്താലല്ലാതെ, സന്തോഷത്തോടെ മനസ്സോടുകൂടി ഒരു സ്തോത്രയാഗം ആണോ? ഇതാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കാം, മനുഷ്യർ ഹാപ്പി ആയിരിക്കും. പക്ഷേ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നമ്മുടെ അധരഫലമെന്ന സ്തോത്രയാഗം സ്വമേധാദാനത്തോടെ, സങ്കടത്താലല്ലാതെ, നിർബന്ധത്താലല്ലാതെ, മനസ്സോട് കൂടിയ, സന്തോഷത്തോടു കൂടിയ ഒരു സ്തോത്രയാഗം ആണോ? അങ്ങനെ അല്ല നമുക്ക് തോന്നിയെങ്കിൽ എങ്ങനെ നമുക്ക് സ്വമേധാദാനത്തോടെ, സന്തോഷത്തോടു കൂടി ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കും? ഇത്രയും നമ്മൾ കണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സ്വമേധാദാനത്തോടുകൂടി, സന്തോഷത്തോടു കൂടിയാണോ നാം സ്തോത്രയാഗം അർപ്പിക്കുന്നത്? അതല്ല എങ്കിൽ എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കും? എന്നോട് ബന്ധപ്പെട്ട് ഒരു ഉപമ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വളരെ ആവശ്യമുള്ള സമയത്ത് കുറേ പൈസ തന്ന് എന്നെ സഹായിച്ചെന്ന് വിചാരിക്കട്ടെ. പൈസ എന്ന് സഹായിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതങ്ങ് മറന്നുപോയി. അപ്പോൾ എൻ്റെ അപ്പയമ്മ എന്നെ ഓർത്തു. ഫ്രണ്ട് പിന്നെ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നപ്പം എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പം അപ്പയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അവർക്ക് നന്ദി പറഞ്ഞോ, നീ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നന്ദി പറയാൻ പറഞ്ഞു. പെട്ടെന്ന് ഈ പൈസ തന്നുള്ള വിഷയം ഞാൻ മറന്നുപോയി. നന്ദി പറഞ്ഞപ്പോൾ എന്തിനാ നന്ദി പറയണമെന്നുള്ളത് പോലും അറിയാത്ത രീതിയിലായിപ്പോയി.
പക്ഷെ അപ്പം അമ്മ പറഞ്ഞോണ്ട് ഞാൻ പോയി ആ ഫ്രണ്ടിനടുത്ത് പറഞ്ഞു താങ്ക്സ് കേട്ടോ, താങ്ക് യു എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്തിനാണെന്ന് അറിയത്തില്ല, എന്തിനാണെന്നുള്ള കാര്യം മറന്നേ പോയി. ഒരു ഫോർമാലിറ്റി അപ്പം അമ്മ പറഞ്ഞുകൊണ്ട് ഒരു താങ്ക് യു പറഞ്ഞു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പം അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ നീ മറന്നു പോയോ, നിനക്ക് ആവശ്യമുള്ള സമയത്ത് ഈ ഫ്രണ്ടല്ലേ നിന്നെ ഇത്രയും പൈസ നൽകി സഹായിച്ചത്. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അയ്യോ ശരിയാണല്ലോ, ഞാൻ മറന്നു പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഓ താങ്ക് യു വെരി മച്ച്, സഹായിച്ചതിന് വളരെ നന്ദി, താങ്ക് യു ഒന്നുകൂടെ പറഞ്ഞു. വളരെ ക്ലിയറാണ്. ആയത്തെ താങ്ക് യു ഹൃദയത്തിൽ നിന്നുമല്ല, ആഗ്രഹം കൊണ്ടുമല്ല, ഒന്നുമല്ല, അപ്പം അമ്മ പറഞ്ഞുകൊണ്ട് ഒരു വേറെ ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്തു. കാരണം ആ ഫ്രണ്ട് എനിക്ക് ചെയ്ത സഹായമേ ഞാൻ മറന്നുപോയാൽ. പക്ഷെ പിന്നെ മനസ്സിലായപ്പോൾ ഫ്രണ്ട് എനിക്ക് വേണ്ടി ചെയ്ത സഹായം ഓർമ്മ വന്നപ്പോൾ, എന്തുമാത്രം എന്നെ സഹായിച്ചെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് താങ്ക്സ് പറഞ്ഞു. പക്ഷെ ആ താങ്ക്സ് ഫോർമാലിറ്റി അല്ല, ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ ഒരു താങ്ക്സ് ആയിരുന്നു. ഇതാണ് പലപ്പോഴും നമുക്കും പറ്റുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്തെന്ന് നാം മറന്നു പോകുന്നു, അതിനെപ്പറ്റി ഓർക്കുന്നില്ല. ആ സമയത്തുള്ള അതരഫലം എന്ന സ്തോത്രയാകും വെറും ഫോർമാലിറ്റിയായി മാറും. പക്ഷേ കർത്താവ് നമുക്ക് ചെയ്ത എന്തെന്ന് നാം ഒരിക്കൽ കൂടെ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മുടെ അതരഫലം എന്ന സ്തോത്രയാകും ഫോർമാലിറ്റി ആയിരിക്കത്തില്ല, നിർബന്ധത്താലായിരിക്കത്തില്ല, സങ്കടത്തോടെ ആയിരിക്കത്തില്ല, പക്ഷെ മറിച്ച് സന്തോഷത്തോടെ മനസ്സോടുകൂടി ഒരു സ്തോത്രയായിരിക്കും. ഇത് മനസ്സിലാക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. 92-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. നമ്മൾ ഈ വേദവാക്യ ആദ്യത്തെ 3 വാക്യങ്ങൾ ആരാധനയുടെ വലിയ സ്പെസിഫിക്സിനെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നത് 10 കമ്പിയുള്ള വാദ്യതെല്ലാം കൊണ്ട്. 4-ാമത്തെ വാക്യം എൻ്റെ കാരണം പറയുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവേ, നീ എൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. യഹോവേ, നീ നിന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എന്തെന്ന് അറിയുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി എത്രമാത്രം സ്നേഹിച്ചെന്ന് മനസ്സിലാക്കുമോ, പിന്നെ നമ്മുടെ സ്തോത്രയാകും ഒരു ഫോർമാലിറ്റി ആയിരിക്കത്തില്ല. അത് നിർബന്ധം കൊണ്ടോ മനസ്സോടെ ആയിരിക്കത്തില്ല. അത് മനസ്സോടുകൂടെ സ്വമേധാദാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ആയിരിക്കാം. കാരണം വചനം പറയുന്നു, യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. യഹോവേ, നീ എൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, അത് നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ, പിന്നെ നമ്മുടെ സ്തോത്രയാകും ഒരു ഫോർമാലിറ്റി അല്ല, അത് സന്തോഷത്തോടു കൂടി സ്വമേധാദാനത്തോടു കൂടി മനസ്സോടുകൂടി ആയിരിക്കാം. കാരണം ദൈവവചനം പറയുന്നു, യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയൊരു നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. കർത്താവിൻ്റെ പ്രവൃത്തി എന്ത്, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ത് എന്ന് മനസ്സിലാക്കാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. അപ്പം അതിനുമുമ്പ് ജസ്റ്റ് ഒരു ക്വിക്ക് റീക്യാപ്പ് നടത്താം. മെയിനായിട്ട് നമ്മുടെ മെസ്സേജിൻ്റെ ഫോക്കസ് ഇതാണ്. നമ്മുടെ യാഗം, നമ്മുടെ സ്തോത്രയാഗം സ്വമേധാദാനത്തോടു കൂടെ, സങ്കടത്താലല്ലാതെ, നിർബന്ധത്താലല്ലാതെ, മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടിയാണോ?
അല്ലെങ്കിൽ എങ്ങനെ നമുക്കാകാം? ഇപ്പോൾ വചനം കണ്ടു, യഹോവേ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ അധരഫലമെന്ന സ്തോത്രയാഗം സന്തോഷത്തോടുകൂടി മനസ്സോടുകൂടി നിർബന്ധത്താൽ അല്ലാതാവും. അപ്പം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയെപ്പറ്റി നമുക്കൊന്ന് ധ്യാനിക്കാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക. പലപ്പോഴും നാം വിശ്വാസി കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്തകൾ, ഞാൻ നല്ലതായിട്ട് ജീവിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ചു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവിനെ. സഹോദര സഹോദരി, നീ നല്ലതാവുന്നതിന് മുമ്പേ കർത്താവ് നിന്നെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ സ്നേഹിച്ചത് ഞാൻ വിശ്വാസി വന്ന് സ്നാനപ്പെട്ട് വീണ്ടും ജനിച്ച് വിശ്വാസിയായ പിന്നെ അല്ല, ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ കർത്താവ് എന്നെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സൽപ്രവൃത്തി കൊണ്ടല്ല, ഞാൻ നല്ലവനല്ലായിരുന്ന സമയത്തും കർത്താവ് എന്നെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ എനിക്ക് വേണ്ടി കൊന്നത്. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തീർന്നോ? ഒരു വേദഭാഗം കൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്നെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. പാപിയായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ കൊന്നുകളയുക മാത്രമല്ല, ക്രിസ്തുവേശുവിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മക്കളും അവകാശങ്ങളുമായി സ്വർഗത്തിൽ ഇരുത്തുകയാണ് കർത്താവ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. വെറും രക്ഷിക്കപ്പെടുക മാത്രമല്ല, മക്കളും അവകാശികളുമായിട്ട് ക്രിസ്തുവേശുവിൽ നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയാണ് കർത്താവ് നമ്മൾ ചെയ്തേക്കുന്നത്. നാം ഈ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും നാം സത്യം മനസ്സിലാക്കിയിട്ടില്ല. കാരണം ദൈവജനം സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആരാധിക്കാൻ ഒക്കത്തുള്ളൂ. യഹോവേ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. നാം പാപിയായിരുന്നപ്പോൾ, നല്ലവനായപ്പോഴല്ല, നാം നല്ലതായി സ്നാനപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ചപ്പോഴല്ല, അതിനു മുമ്പേ പാപിയായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് ക്രിസ്തുവേശുവിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയാണ് ചെയ്തത്. എത്ര മഹത്തരമായൊരു പദവി! കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? യഹോവേ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാപിയായിരുന്നപ്പോൾ തന്നെ സ്വന്തം പുത്രൻ നമുക്ക് വേണ്ടി കൊന്നു. ക്രിസ്തുവേശു നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് മക്കളും അവകാശികളുമായി സ്വർഗത്തിൽ നാം ഇരുത്തിയേക്കാണ്. നാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? യഹോവേ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ, നിർബന്ധത്താലല്ലാതെ, സങ്കടത്താലല്ലാതെ, സ്വമേധാദാനത്തോടെ, മനസ്സോടുകൂടി ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവവചനം പറയുന്നു, യഹോവേ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. നാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത മഹത്തരമായ പ്രവൃത്തി മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും നമ്മുടെ ആരാധനയും നമ്മുടെ സ്തോത്രയാഗവും അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രൂപം പറയാം. വീണ്ടും എന്നെ വളരെ പൈസയുടെ ആവശ്യം വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വന്നു
ഒരു 10 കോടി രൂപ ചെക്ക് എഴുതി തന്നു. 10 കോടി രൂപ എന്നെ തന്ന് സഹായിച്ചു. വളരെ കടത്തിലൊക്കെ ആയ സമയത്ത് ഒരു ഫ്രണ്ട് എനിക്ക് വന്ന് 10 കോടി രൂപ തന്ന് സഹായിച്ചു. സാധനം നല്ല കാര്യം. പക്ഷേ 10 കോടി തന്ന് സഹായിച്ച് പുള്ളി പിന്നെ എന്നെ അതെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്ക് മനസ്സിലായി ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ലഞ്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ, നീ ഒരു 500 രൂപ കൂടെ വെച്ചു, നീ നല്ലതായിട്ടൊരു ബിരിയാണിയൊക്കെ കഴിച്ച് നല്ലൊരു ലഞ്ചൊക്കെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ വളരെ നല്ല കാര്യം, 10 കോടിയുടെ കൂടെ ഒരു 500 രൂപ കൂടെ കിട്ടി, നല്ല കാര്യം. 500 രൂപയ്ക്ക് ഞാൻ പോയി നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറയണം, 500 രൂപ തന്നട്ടോ, വളരെ നന്ദി, നല്ല ബിരിയാണി കഴിച്ചു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. 500 രൂപ നല്ലതാണ്, ബിരിയാണി കഴിച്ചു, നല്ലതായി. വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞു, 500 രൂപ തന്നല്ലോ, ബിരിയാണി നല്ലതായിട്ട് അങ്ങ് ഫുള്ളായി, നല്ല ഫുഡായിരുന്നു, തന്നതിന് നന്ദി. 5-6 പ്രാവശ്യം കണ്ടപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, 500 രൂപയ്ക്ക് നന്ദി പറഞ്ഞോ, സ്തോത്രം പറഞ്ഞോ, നല്ല കാര്യം. പക്ഷെ 10 കോടിയുടെ കാര്യം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. 500 രൂപയ്ക്ക് നന്ദി പറഞ്ഞോ, വളരെ നല്ല കാര്യം, അത് യാതൊരു തെറ്റുമില്ല. പക്ഷെ 10 കോടി തന്നത് മറന്നു പോകരുത്. പലപ്പോഴും 500 രൂപയ്ക്ക് മാത്രം നന്ദി പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം 10 കോടി തന്ന അദ്ദേഹം ഞാൻ മറന്നു പോയിട്ടുള്ളത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ സദർശോത്ര ഈ ലോകത്തിലെ ഈ നന്മ കിട്ടി, അത് കിട്ടി എന്നുള്ളതാണ്. അതെല്ലാം നല്ല കാര്യം, ഡെഫിനറ്റ്ലി കർത്താവ് തന്നെ തന്നതാണ്. എല്ലാ നല്ലതാനോ കർത്താവിൽ നിന്ന ഒരു നല്ല കാര്യം. പക്ഷെ 10 കോടിയുടെ കാര്യം മറന്നു പോകില്ല. പാപിയായിരുന്നപ്പോൾ തന്നെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കൊന്നുകളഞ്ഞു. നമ്മുടെ മക്കളും അവകാശികളുമായി സ്വർഗത്തിൽ തന്നെ ഇരുത്തിയേക്കുന്ന 10 കോടിയുടെ അനുഗ്രഹം നാം മറന്നു പോകരുത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വമേധാദാനത്തോടെ നിർബന്ധത്താൽ അല്ലാതൊരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവവചനം പറയുന്നു, യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് എന്താണ്? മക്കളും അവകാശികളുമായിട്ട് നമുക്ക് വേണ്ടി എല്ലാം തന്നോളൂ. ദൈവവചനം പറയുന്ന സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതാണ്. അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? ഇത്രയധികം നമ്മളെ അനുഗ്രഹിച്ച് നാം മനസ്സിലാക്കിയാൽ മാത്രമേ സന്തോഷത്തോടു കൂടി സ്വമേധാദാനത്തോടുകൂടി ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധ്യം. 500 രൂപയ്ക്ക് നന്ദി പറഞ്ഞു, ഈ ലോകത്ത് നന്ദി വളരെ നല്ലതാണ്, അത് സ്തോത്രം. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി 10 കോടിയുടെ അനുഗ്രഹം നാം മറന്നു പോകാതിരിക്കട്ടെ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ സന്തോഷത്തോടു കൂടി ഒരു സ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ദൈവവചനം പറയുന്നത്, യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും. അപ്പം ഇത്രയും നമ്മൾ കണ്ടു. പക്ഷെ പലപ്പോഴും നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഏതാണ്ടറിയാം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ പാപിയാന്ന് മരിച്ചു, ഇതൊക്കെ നമുക്കറിയാമെങ്കിലും പലപ്പോഴും അങ്ങനെ സന്തോഷത്തോടെ ഒരു സ്തോത്രയാഗം വരത്തില്ല. പലപ്പോഴും ഞാൻ വിശ്വാസി വന്ന പിന്നെ എനിക്കങ്ങനെ എല്ലാവരും ഒക്കെ ആരാധിക്കുന്ന കാണുമ്പം ഞാൻ ഒക്കെ ഏതാണ്ട് പോലൊക്കെ തോന്നുക. കാരണം അങ്ങനെ ആരാധന വരുന്നില്ല. കാര്യം ഇതൊക്കെ അറിയാം, ശരി പോട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി ഇത്ര ചെയ്തു, ഏതാണ്ടൊക്കെ അറിയാം. ഇത്രയും ക്ലിയർ ആയിട്ട് അറിയത്തില്ലെങ്കിൽ ഇത്രയൊക്കെ ഏതാണ്ടൊക്കെ അറിയാം. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, സ്വന്തം പുത്രനെ തന്നു, ദൈവസ്നേഹത്താൽ വീണ്ടെടുത്തു, നമുക്ക് ഈ ലോകത്തിൽ നന്മ തന്നിട്ടുണ്ട്, ഇതൊക്കെ അറിയാമെങ്കിലും പക്ഷേ അനേകർ സഹവിശ്വാസികളൊക്കെ ഭയങ്കര കൈയടിച്ച് ആടിച്ചാടിയൊക്കെ ആരാധിക്കുമ്പോൾ നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെ സ്തോത്രയാഗം അങ്ങനെ അർപ്പിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, വരുന്നില്ല. അപ്പം പലപ്പോഴും ഈ സത്യങ്ങളെല്ലാം നമുക്കറിയാമെങ്കിലും പലപ്പോഴും ഇങ്ങനെ സിറ്റുവേഷനിൽ പലരും ആയിട്ടുണ്ട്. പിന്നെ പലരും ഇതൊക്കെ കണ്ടു പിന്നെ എല്ലാവരും ആരാധിക്കാൻ നോക്കുമ്പോൾ മനുഷ്യനെ കഴിക്കാൻ വേണ്ടി എൻ്റെ കൂട്ടത്തിലും കൂടും. അപ്പം എന്താണ്? അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങൾ. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും
സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. കോണ്ടക്സ്റ്റ് നമുക്കറിയാം. കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ ശിഷ്യന്മാരെ മീറ്റ് ചെയ്യുന്ന സന്ദർഭമാണ്. കർത്താവ് ഇവരോട് പറയാണ്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും എല്ലാം എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണം എന്നുള്ള പറഞ്ഞു. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകത്തിലുള്ള എല്ലാം ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതൊക്കെ നേരത്തെ അവരുടെ കയ്യിലുള്ള അന്നേരം പ്രത്യക്ഷപ്പെട്ടതല്ല. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകം ഇതെല്ലാം ശിഷ്യന്മാർക്ക് അറിയാതിരുന്നിട്ടും ശരിക്കും അവർക്ക് ഗുണം ചെയ്തില്ല. 45-ാം വാക്യം സ്പെസിഫിക്കായിട്ട് പറയുന്നു, തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. വേറൊരു ഭാഷ പറഞ്ഞാൽ തിരുവഴുത്തുകൾ ഇതെല്ലാം ഉണ്ടെന്ന് അറിയാഞ്ഞിട്ട് അവർക്കത് ഗുണം ചെയ്തില്ല. പക്ഷെ ആ സത്യം മനസ്സിലാക്കേണ്ടതിൻ്റെ ബുദ്ധിയെ തുറന്നപ്പോൾ, ആ സത്യം അവരുടെ ഉള്ളിൽ വന്നപ്പോഴാണ് അവർക്കത് ശരിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചത്. നമുക്കറിയാം, കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വന്തം പുത്രനെ ഏൽപ്പിച്ചെന്ന് കൊന്നിട്ടുണ്ട്. നമ്മളെ ഇത്രയും കർത്താവ് സ്നേഹിച്ചിട്ടുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ടെന്ന് അറിയാമെങ്കിലും, ഈ സത്യം നമ്മൾക്കറിയാമെങ്കിലും അത് നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല. അത് നമ്മളെ തിരിച്ചറിയേണ്ടതിന് നമ്മളെ ബുദ്ധിയെ തുറന്നിട്ടുണ്ടോ? ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലാകേണ്ടതിന് നാം നമ്മുടെ ബുദ്ധിയെ തുറന്നിട്ടുണ്ടോ? ഈ സത്യങ്ങൾ ഒരു ഹ്യൂമൻ നോളജായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് ഗുണം വരികയില്ല. മറിച്ച് നമ്മുടെ ബുദ്ധി തുറന്ന് അത് നമ്മുടെ ഉള്ളിലാവുമ്പോഴാണ് അത് നമ്മളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സ്വമേധാദാനത്തോടുകൂടി ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും ഞാൻ പറയട്ടെ, ശിഷ്യന്മാർക്ക് ഇതെല്ലാം വചനത്തിലുണ്ടെന്ന് ഒരു പക്ഷേ അറിയാമായിരുന്നു. പക്ഷേ സ്പെസിഫിക്കായിട്ട് 45-ാം വാക്യം പറയും, തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ ബുദ്ധിയെ തുറന്നു. അപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലാകാൻ സാധിച്ചത്. കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും പലപ്പോഴും അത് നമ്മുടെ ഉള്ളിലായിട്ടില്ല. ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിലാവുമ്പോഴാണ്, നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് സ്വമേധാദാനത്തോടെ സന്തോഷത്തോടു കൂടിയുള്ള ആദരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുന്നത്. ബന്ധപ്പെട്ട് ഒരു വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. 119-ാം സങ്കീർത്തനം 130-ാം വാക്യം. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വചനം ഒരു ഹ്യൂമൻ നോളജായി അറിഞ്ഞുകൊണ്ട് നമുക്കത് ഗുണം ചെയ്യുകയില്ല. അതിൻ്റെ വികാസനം, അത് ചുരുളഴിഞ്ഞ് നമ്മുടെ അകത്ത് കയറുമ്പോഴാണ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി എന്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സ്വമേധാദാനത്തോടെ സന്തോഷത്തോടെ സങ്കടത്താലല്ലാതെ നിർബന്ധത്താലല്ലാതെ മനസ്സോടുകൂടി ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുന്നു. ഈ കർത്താവ് നോക്കേണ്ട നോളജ് ഒരു ഹ്യൂമൻ നോളജ് നമുക്കൊരു ഗുണം ചെയ്യത്തില്ല. മറിച്ച് ആ വചനം, ആ സത്യങ്ങൾ ചുരുളഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കി ആ സ്വമേധാദാനത്തോടുകൂടി സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം ദൈവവചനം സ്പെസിഫിക്കായി പറയുന്നു, യഹോവേ നിന്റെ പ്രവർത്തികളെ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സത്യം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? നമ്മുടെ ബുദ്ധിയെ തുറന്ന് ഈ വചനങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത സത്യങ്ങൾ,
അത് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ, ആ ഉള്ളിൽ കയറിയാൽ മാത്രമേ അത് നമുക്ക് ഗുണം ചെയ്യുകയുള്ളൂ, നമ്മൾ ക്രിയ ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ നിയന്ത്രിക്കുമ്പോഴാണ് സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി നിർബന്ധാലല്ലാതെ മനസ്സോടുകൂടി സ്തോത്രയാഗം അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. കാരണം ദൈവവചനം പറയുന്നു, യഹോവേ നിന്റെ പ്രവർത്തികൾ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? നമുക്കറിയാം, ദൈവവചനത്തിലുണ്ടെന്നറിയാം, വായിച്ചിട്ടുണ്ട്, അറിയാം. എങ്കിലും അത് നമ്മുടെ ഉള്ളിൽ കയറിയില്ലെങ്കിൽ, ആ വചനത്തിൻ്റെ സത്യങ്ങൾ അതിൻ്റെ ചുരുളൽ നമ്മുടെ ഉള്ളിൽ കയറി നമ്മളെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് സമാധാനത്തോടു കൂടി സന്തോഷത്തോടെ സ്തോത്രയാഗം അർപ്പിക്കാൻ സാധിക്കത്തില്ല. 10 കോടിയുടെ അനുഗ്രഹം പറഞ്ഞ് 500 രൂപയ്ക്ക് സ്തോത്രം നന്ദി പറയുന്നവരായ ഒരു പക്ഷെ നാം മാറി എന്നിരിക്കുക. കാരണം സ്പെസിഫിക്കായിട്ട് ദൈവം, യഹോവേ നിന്റെ പ്രവൃത്തിയെ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എന്നുള്ള സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ആ സത്യങ്ങൾ, ആ വചനത്തിൻ്റെ വികാസനം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? ഉള്ളിൽ കയറാൻ നമ്മളെ നിയന്ത്രിക്കും. സന്തോഷത്തോടു കൂടി ഒരു സ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാൻ സാധിക്കും. യഹോവേ നിന്റെ പ്രവൃത്തിയെ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കും. ഒരു ഭാഗങ്ങൾ വായിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുന്നത്? പലപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് നമുക്ക് ഹ്യൂമൻലി അറിയാം, പക്ഷെ നമ്മളെ നിയന്ത്രിക്കുന്നില്ല. നേരത്തെ ശിഷ്യന്മാരെ പോലെ അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ള വചനങ്ങളെല്ലാം അറിയാം, പക്ഷെ അതവരുടെ ഉള്ളിൽ കയറിയില്ല. അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ നിയന്ത്രിച്ചത്. അപ്പം എങ്ങനെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നാം തിരിച്ചറിയുന്ന ഒരു വേദഭാഗങ്ങൾ വായിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ നീ യഹോഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. ഓ, കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ, ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തി വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരഞ്ഞാൽ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറും. പലപ്പോഴും വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുന്നില്ല, വചനങ്ങളുടെ വികാസനം നടക്കുന്നില്ല, വചനത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുന്നില്ല. കാരണം വേറൊന്നുമല്ല, പലപ്പോഴും നാം അതിനായി ദാഹിക്കുന്നില്ല. ദൈവവചനം സ്പെസിഫിക്കായിട്ട് പറയുന്നു, കൽപ്പനകളിൽ സംഗ്രഹിച്ച് ബോധത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദം ഉയർത്തി വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുമ്പോൾ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറും. അങ്ങനെ കയറുമ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് സ്വമേധാദാനത്തോടെ സന്തോഷത്തോടു കൂടി, നിർബന്ധത്താലല്ലാതെ സങ്കടത്താലല്ലാതെ മനസ്സോടു കൂടിയ അതരഫലം എന്ന സ്തോത്രയാകും നമുക്ക് അർപ്പിക്കാൻ സാധിക്കുന്നു. കാരണം ദൈവവചനം സ്പെസിഫിക്കായി പറയുന്നു, യഹോവേ നിന്റെ പ്രവൃത്തിയെ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് വേണ്ടി എത്രയധികം ചെയ്തേക്കുന്നുള്ള ആ വചനത്തിലുള്ള സത്യങ്ങൾ അത് നമ്മുടെ ഉള്ളിൽ കയറട്ടെ. വചനത്തിൻ്റെ സത്യങ്ങൾക്കായി നമുക്ക് ദാഹിക്കാം. അത് നമ്മുടെ ഉള്ളിൽ കയറട്ടെ, നമ്മളെ നിയന്ത്രിക്കട്ടെ. സ്വമേധാദാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിർബന്ധത്താലല്ലാതെ സങ്കടത്താലല്ലാതെ മനസ്സോടുകൂടിയ അതരഫലം എന്ന സ്തോത്രയാഗം നമുക്ക് അർപ്പിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സമയത്തിനെ സ്തുതിക്കുന്നു, നിങ്ങളുടെ വചനം ക്രിയ ചെയ്തിരിക്കുക സ്തുതിക്കുന്നു. പലപ്പോഴും നാം ഒരു ഫോർമാലിറ്റി പോലെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സ്തോത്രയാഗം നാം അർപ്പിക്കുന്നു. പലപ്പോഴും കർത്താവേ, 10 കോടിയുടെ അനുഗ്രഹം മറന്നുപോയിട്ട് 500 രൂപയ്ക്ക് മാത്രം സ്തോത്രം പറയുന്നവരായി മാറും. അത് വേണ്ടപ്പ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്രയധികം ചെയ്തേക്കുന്നു. പാപിയായിരുന്നപ്പോൾ തന്നെ സ്വന്തം പുത്രനെ കൊന്നുകളും മക്കളും അവകാശികളും സകലവും നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിനായി സ്തുതിക്കുന്നു. ഈ സത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാണ് ഈ പ്രാർത്ഥന.
ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ സത്യങ്ങൾക്കായി ദാഹിക്കുന്നു. അതിനായി വിളിച്ചപേക്ഷി ഈ സത്യം നമ്മുടെ ഉള്ളിൽ കയറട്ടെ. സ്വമേധാദാനത്തോടു കൂടിയ, സന്തോഷത്തോടു കൂടിയ, മനസ്സോടുകൂടി ഒരു സ്തോത്രയാഗം അർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. യഹോവയെ, നിൻ്റെ പ്രവൃത്തിയെ കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. എല്ലാം നസ്രായ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.